എല്ലാ കൂട്ടുകാർക്കും ചിത്രാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആലപ്പുഴക്കാരുടെ ആവേശോത്സവമായ മുല്ലയ്ക്കൽ ചെറുപ്പിലേക്കാണ്. ആലപ്പുഴ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രം, കിടങ്ങാമ്പറമ്പ് ക്ഷേത്രം എന്നിവിടങ്ങളിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് മുല്ലയ്ക്കൽ ചെറുപ്പ്. വൃശ്ചിക മാസത്തിലെ 1-ാം തീയതി മുതൽ 41 ദിവസമാണ് ചെറുപ്പ് നീണ്ടു നിൽക്കുന്നത്. ഇതിൽ അവസാന 11 ദിവസമാണ് പ്രധാനം. ഡിസംബർ മാസത്തെ ആദ്യ ഞായറാഴ്ചയിലെ ചെറുപ്പ് സ്ത്രീകളുടെ ഉത്സവമായി അറിയപ്പെടുന്നു. അന്നേ ദിവസത്തെ ചെറുപ്പിന് സ്ത്രീകളാണ് നേതൃത്വം നൽകുന്നത്. മറ്റു ദിവസങ്ങളിലെ ചെറുപ്പിന് ഓരോ വ്യക്തികളും സ്ഥാപനങ്ങളും നേതൃത്വം നൽകുന്നു. ചിറപ്പെത്തുന്നതോടുകൂടി ആലപ്പുഴ പട്ടണത്തിന് മുഖച്ഛായ തന്നെ മാറിക്കഴിയും. ഈ സമയങ്ങളിൽ ധാരാളം വഴിയോര കച്ചവടക്കാർ ഇവിടേക്ക് എത്തിച്ചേരുന്നു. സന്ധ്യയോടെയാണ് പ്രധാന പരിപാടികൾ ആരംഭിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ പ്രധാന ഗായകരും നർത്തകരും അവരുടെ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കാറുണ്ട്. കരിമരുന്ന് പ്രയോഗം ചെറുപ്പിന് കൂടുതൽ മിഴിവേകുന്നു. ആലപ്പുഴയിലെ സമസ്ത ജനവിഭാഗങ്ങളുടെയും ഉത്സവം എന്ന നിലയിൽ മുല്ലയ്ക്കൽ ചെറുപ്പ് ശ്രദ്ധേയമാണ്. മുല്ലയ്ക്കൽ ചെറുപ്പിനും കിടങ്ങാമ്പറമ്പ് ഉത്സവത്തിനുമൊപ്പം ക്രിസ്തുമസ് തിരക്ക് കൂടിയായപ്പോൾ നഗരം തിരക്കിലമർന്നു. ക്രിസ്തുമസ് അവധിക്കായി സ്കൂളുകളും കോളേജുകളും അടച്ചതോടെ വൻ ജനാവലിയാണ് നഗരത്തിലേക്ക് എത്തുന്നത്. വൈകുന്നേരമാകുമ്പോൾ ആളുകളുടെ കുത്തൊഴുക്കാണ്. സാധനങ്ങൾ മേടിച്ചു കൂട്ടാനെത്തുന്നവരുടെ എണ്ണവും കുറവല്ല. കുടുംബസമേതമാണ് ആളുകൾ ചെറുപ്പിനെത്തുന്നത്. ചെറുകിട കച്ചവടക്കാർക്ക് പുറമെ വൻപൻ മേളകളും ചെറുപ്പിന്റെ ഭാഗമായി ഒരുങ്ങിയിട്ടുണ്ട്. മുല്ലയ്ക്കൽ ചെറുപ്പിന്റെ പ്രധാന ആകർഷണം കൂറ്റൻ ഗോപുരങ്ങളും അവയുടെ വൈദ്യുതി ദീപാലങ്കാരങ്ങളുമാണ്. ഇതിനൊപ്പം വഴിയോരങ്ങളിലെ തോരണങ്ങളടക്കം മറ്റലങ്കാരങ്ങൾ നയനമനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. AVJ ജംഗ്ഷനിലും കിടങ്ങാമ്പറമ്പ് സ്റ്റാച്യു ജംഗ്ഷനിലുമാണ് അലങ്കാര ഗോപുരമുള്ളത്. സീറോ ജംഗ്ഷൻ മുതൽ കിടങ്ങാമ്പറമ്പ് വരെ വഴിയോര കച്ചവടങ്ങളും നിറഞ്ഞിട്ടുണ്ട്. രാത്രികാലത്ത് തെരുവിലൂടെ നടന്ന് ചെറുപ്പ് ആസ്വദിക്കാനാണ് മുല്ലയ്ക്കലിലേക്ക് ആളുകൾ എത്തുന്നത്. തിരക്ക് നിയന്ത്രിക്കാനും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും വിവിധയിടങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്.
ഇരുവശവും ഇനി കിട്ടാത്തവയായിട്ടൊന്നുമില്ല. കരിവളയും കൺമഷിയും മുതൽ കല്ലുരലും കറിക്കത്തുകളും വരെ വിൽപ്പനയ്ക്കുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വസ്തുക്കളുമായി നിരവധി കച്ചവടക്കാർ എത്തിയിട്ടുണ്ട് ഇവിടെ. ഇവിടുത്തെ രാത്രികാല ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ എത്ര കണ്ടാലും മതിയാവുകയില്ല. അത്രയ്ക്കും നയന മനോഹര കാഴ്ച തന്നെയാണിത്. പോപ്പി ഗ്രൗണ്ടിലെ കാർണിവലിൽ ആഘോഷത്തിന് വർണ്ണമേകാൻ വിവിധ റൈഡുകളും ഒരുക്കിയിട്ടുണ്ട്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ വൻ ജനാവലിയായിരുന്നു ഇവിടെ. ഞങ്ങൾ ആദ്യമായാണ് ഇത്ര തിരക്കിൽ മുല്ലക്കൽ ചെറുപ്പ് കാണുന്നത്. എന്തായാലും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഈ ചെറുപ്പ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.